ഇരുട്ട്, പുക, മണിയൊച്ച ഇതെല്ലാം പ്രതീകങ്ങളാക്കിയുള്ള ഒരു എൻട്രി. കണ്ണുരുട്ടി നാവ് നീട്ടി കറുത്ത വസ്ത്രം ധരിച്ച് എതിരാളികൾക്ക് പിന്നിൽ പ്രത്യക്ഷപ്പെടുന്നയാൾ. 80കളുടെ അവസാനത്തിലും 90കളിലും ജനിച്ചവരെ കോരിത്തരിപ്പിക്കാൻ ഈ ഒരു സീൻ ധാരാളമായിരുന്നു. റിങ്ങിൽ അയാളുടെ പേര് അണ്ടർടേക്കർ. ലോകമെങ്ങുമുള്ള പ്രേക്ഷകരെ ഭയപ്പെടുത്തുകയും രസിപ്പിക്കുകയും ചെയ്ത മനുഷ്യൻ. മറ്റൊരു വൻകരയിലിരുന്ന് റെസ്ലിംഗ് റിങ്ങിൽ അണ്ടർടേക്കർ എതിരാളികളെ മലർത്തിയടിക്കുമ്പോൾ ഇങ്ങ് കേരളത്തിലെ ഗ്രാമങ്ങൾ വരെ ആവേശവും അത്ഭുതവും നിറഞ്ഞു. എത്രയോ ചർച്ചകൾ നടന്നു. കളിസ്ഥലത്തും വീടിനുള്ളിലും ക്ലാസ് മുറികളിലും നടന്ന തല്ലുകളിൽ അയാളെ അനുകരിച്ച എത്ര നാളുകൾ. അഭിനയവും റെസ്ലിംഗും കൂടിക്കലർന്ന വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റിലെ മുടിചൂടാ മന്നനായിരുന്നു അണ്ടർടേക്കർ എന്ന റിംഗ് നെയിമിൽ അറിയപ്പെട്ട മാർക്ക് വില്യം കാൽവേ. 30 വർഷം നീണ്ട കരിയറിന് 55-ാം വയസ്സിലാണ് അദ്ദേഹം അവസാനം കുറിക്കുന്നത്. 1965 മെയ് 24 അമേരിക്കയിലെ ടെക്സസിൽ ഫ്രാങ്ക് കോംസർ കാൽവേയുടെ ബെറ്റി കാതറിൻ റൗബിയുടെയും 5 ആൺമക്കൾ ഇളയവനാണ് കാലവേ. സ്കൂൾ കാലത്ത് ബാസ്കറ്റ്ബോളിനോടും ഫുട്ബോളിനോടുമായിരുന്നു കമ്പം. മികച്ച ബാസ്കറ്റ്ബോൾ കളിക്കാരനായിരുന്ന കാലവേ ടെക്സസിലെ വെസ്റ്റേൺ സർവകലാശാലയിൽ കോളേജ് പഠനം പൂർത്തിയാക്കിയത് ബാസ്കറ്റ്ബോൾ സ്കോളർഷിപ്പോടെയായിരുന്നു. കോളേജ് കാലഘട്ടത്തിൽ മിക്സഡ് മാർഷൽ ആർട്സിൽ തോന്നിയ കമ്പമാണ് പ്രൊഫഷണൽ റെസ്ലിംഗിലേക്ക് വഴിതിരിച്ചു വിടുന്നത്. 1987 വേൾഡ് ക്ലാസ് ചാമ്പ്യൻഷിപ്പിലൂടെയാണ് തുടക്കമെങ്കിലും 1990-ലാണ് WWE എത്തുന്നത്. മറ്റൊരു പ്രൊഫഷണൽ റെസ്ലറായ ഹൾക്ക് ഹോഗൻ വഴിയാണ് ഈ എൻട്രി. ആദ്യ മത്സരത്തിൽ പരാജിതനായെങ്കിലും പിന്നീട് കാൽവേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. മാസ്റ്റർ ഓഫ് പെയിൻ എന്ന പേരിലെത്തി. തുടർന്നും വന്ന വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അന്നത്തെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ റെസ്ലർ ജെറി ലവ്ലെ പരാജയപ്പെടുത്തി. പിന്നീട് 7 തവണയാണ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് കാൽവേ സ്വന്തമാക്കിയത്. വാർഷിക ഇവന്റായ റെസൽമാനിയയിൽ 1991 മുതൽ 2013 വരെ തുടർച്ചയായി 21 വിജയങ്ങൾ നേടിയിട്ടുണ്ട്. പ്രൊഫഷണൽ റെസ്ലിംഗിൽ റിംഗ് നെയിമുകൾ സർവ്വസാധാരണമാണ്. പല കാലത്തായി 8ഓളം പേരുകളാണ് കാൽവേ റിംഗിൽ എത്തിയിട്ടുള്ളത്. മാസ്റ്റർ ഓഫ് പെയിൻ, മാർക്ക് കാലസ്, ദ പണിഷർ, ടെക്സസ് റെഡ്, കെയ്ൻ ദി അണ്ടർടേക്കർ തുടങ്ങിയവയാണ് അതിൽ ചിലത്. ഇടി മാത്രമല്ല, മാസ് എൻട്രികളും പഞ്ച് ഡയലോഗുകളും WWE പ്രധാനമായിരുന്നു. അത്തരത്തിലൊരു കംപ്ലീറ്റ് പെർഫോമർ ആയിരുന്നു അണ്ടർടേക്കർ. 1997 കെയ്ൻ ദി അണ്ടർടേക്കർ എന്ന പേര് WWE സഹോദര റെസ്ലർമാരെ അവതരിപ്പിച്ചു. കഴുത്തിലെ പിടുത്തമാണ് രണ്ടുപേരുടെയും മാസ്റ്റർ പീസ്. പിന്നീട് ഇരുവരും പിരിഞ്ഞു. പല ഭാവങ്ങൾ പ്രത്യക്ഷപ്പെട്ടെങ്കിലും ഇരുട്ടും പുകയും കറുത്ത വസ്ത്രവും ധരിച്ച് ശവപ്പെട്ടി യാത്ര ചെയ്തുമൊക്കെ അണ്ടർടേക്കർ ലോകമാകെ തരംഗം തീർത്തു. റെസ്റ്റ് ഇൻ പീസ് ആയിരുന്നു ഏറ്റവും ട്രെൻഡിങ് ആയ പഞ്ച് ഡയലോഗ്. ആരാധകർക്കിടയിൽ ഡെഡ്മാൻ എന്നായിരുന്നു അണ്ടർടേക്കർ അറിയപ്പെട്ടത്. ഒരുപാട് നിറം പിടിച്ച കഥകളും ഇതിനൊപ്പം പ്രശസ്തി നേടി. മരണശേഷം തിരിച്ചു വന്നവനാണ് അണ്ടർടേക്കർ, മന്ത്രവാദം അറിയാം എന്നിങ്ങനെ നീളുന്ന കഥകൾ അദ്ദേഹത്തിന്റെ വിജയങ്ങളെക്കാൾ പ്രശസ്തമായിരുന്നു. ഇന്റർനെറ്റ് സജീവമല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഈ കഥകൾക്ക് വിശ്വാസ്യത വളരെ കൂടുതലായിരുന്നു. 90കളിൽ പരിക്കുമൂലം റിംഗിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്ന അണ്ടർടേക്കർക്ക് പകരമായി ബ്രിയാൻ ലീ എന്നൊരു അണ്ടർഫേക്കറെ WWE കൊണ്ടുവരേണ്ടി വന്നു. എന്നാൽ ഈ ഫേക്കിംഗ് അധികകാലം നീളും മുന്നേ ഇരുട്ടിന്റെ രാജാവായി അണ്ടർടേക്കർ തിരിച്ചെത്തുകയും ആരാധകരെ അമ്പരിപ്പിക്കുകയും ചെയ്തു. ഹൾക്ക് ഹോഗൻ നായകനായ സബർബൻ കമാൻഡോ എന്ന സിനിമയിൽ വില്ലൻ വേഷം ചെയ്തുകൊണ്ടാണ് അണ്ടർടേക്കർ സിനിമയിലെത്തിയത്. പിന്നീട് 4 സിനിമകളിലും ഏതാനും TV സീരീസുകളിലും അഭിനയിച്ചു. 55-ാം വയസ്സിൽ 25-2 എന്ന നിലയിൽ റെസൽമാനിയ ജയിച്ചാണ് കാൽവേ റിംഗിൽ നിന്ന് വിട പറഞ്ഞത്. ലാസ്റ്റ് റൈഡ് എന്ന പേരിൽ ഒരു ഡോക്യുമെന്ററി സീരീസ് തന്നെ പുറത്തിറക്കിയാണ് ഇതിഹാസ താരത്തെ WWE യാത്രയാക്കിയത്. വെറുതെ വന്ന് വേഗം പോകുന്ന നിരവധി റെസ്ലർമാർ WWE ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 30 വർഷം ആരാധകരെ രസിപ്പിച്ച കാൽവേയുടെ വിട പറച്ചിൽ അങ്ങനെയായിരുന്നില്ല. WWE ഒരു കാലഘട്ടത്തിനാണ് കാൽവേയുടെ റിട്ടയർമെന്റോടെ അവസാനമായത്.